ലക്ഷക്കണക്കിന് ഇമെയിൽ ഉപയോക്താക്കളെ, പ്രത്യേകിച്ച് ഗൂഗിളിന്റെ ജിമെയിൽ ഉപയോക്താക്കളെ സൈബർ ഭീഷണിക്കിരയാക്കി ഒരു വൻ ഡേറ്റ ചോർച്ചയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സൈബർ സുരക്ഷാ ഗവേഷകനും ഹാവ് ഐ ബീൻ ഫൗണ്ട് വെബ്സൈറ്റിന്റെ സ്ഥാപകനുമായ ഓസ്ട്രേലിയക്കാരൻ ട്രോയ് ഹണ്ടാണ് ഈ വലിയ ഡേറ്റ ചോർച്ച പുറത്തുവിട്ടത്. ഏകദേശം 183 മില്യൺ, അതായത് 18.3 കോടി ഇമെയിൽ വിലാസങ്ങളും അവയുടെ പാസ്വേഡുകളുമാണ് ചോർന്നതായി റിപ്പോർട്ട് ചെയ്തത്. ഈ മെയിൽ അക്കൗണ്ടുകളിൽ നിന്നുള്ള വിവരങ്ങൾ ഓൺലൈനിൽ പ്രചരിക്കുന്നതാണ് ഏറ്റവും ഗുരുതരമായ വസ്തുത. ഗൂഗിളിന്റെ ജിമെയിൽ ഉപയോക്താക്കളെയും ഈ ചോർച്ച ബാധിക്കാൻ സാധ്യതയുണ്ട്. മാലിഷ്യസ് സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ചുണ്ടാക്കിയ സ്റ്റീലർ ലോക്സ് വഴിയാണ് ഈ വിവരങ്ങൾ ചോർന്നത്. ഇൻഫോ സ്റ്റീലറുകൾ എന്നറിയപ്പെടുന്ന ഈ മാൽവെയറുകൾ കമ്പ്യൂട്ടറുകളിൽ നുഴഞ്ഞുകയറി ഉപയോക്താക്കൾ വെബ്സൈറ്റുകളിൽ നൽകുന്ന വിവരങ്ങൾ മോഷ്ടിക്കുകയും ലോഗ് ഫയലുകളായി ശേഖരിക്കുകയും ചെയ്യും. ഇമെയിൽ വിലാസം, അതിൻ്റെ പാസ്വേഡ്, ലോഗ് ചെയ്ത വെബ്സൈറ്റിൻ്റെ വിലാസം എന്നിവയാണ് പ്രധാനമായും ചോർന്നത്. എന്നാൽ ജിമെയിൽ സുരക്ഷാ സംവിധാനങ്ങളെ ചോർച്ച ബാധിച്ചിട്ടില്ലെന്നും റിപ്പോർട്ടുകൾ പൂർണ്ണമായും തെറ്റാണെന്നുമാണ് ഗൂഗിളിന്റെ വാദം. ഉപയോക്താക്കളുടെ കമ്പ്യൂട്ടറിൽ നിന്നാണ് വിവരങ്ങൾ ചോർന്നതെന്നാണ് കമ്പനിയുടെ വിശദീകരണം. ഇമെയിലുകൾ ചോർന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ ഏറ്റവും വിശ്വസനീയമായ മാർഗം ഹാവ് ഐ ബീൻ ഫൗണ്ട് എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക എന്നതാണ്. ഈ വെബ്സൈറ്റുകളിൽ ഇമെയിൽ വിലാസം നൽകി പരിശോധിക്കാം. ക്രെഡൻഷ്യലുകൾ ചോർന്നതായി കണ്ടെത്തിയാൽ വെബ്സൈറ്റ് ഒരു ചുവപ്പ് നിറത്തിൽ മുന്നറിയിപ്പ് നൽകും. ഇങ്ങനെ സൈബർ ആക്രമണങ്ങൾ നടന്നാൽ ഉടൻ തന്നെ താഴെ പറയുന്ന നടപടി സ്വീകരിക്കണം. ചോർന്ന ഇമെയിൽ അക്കൗണ്ടിൻ്റെയും അതേ പാസ്വേഡ് ഉപയോഗിക്കുന്ന മറ്റ് എല്ലാ ഓൺലൈൻ അക്കൗണ്ടുകളുടെയും പാസ്വേഡുകൾ ഉടൻ തന്നെ മാറ്റുക. 2 ഫാക്ടർ ഓതൻറ്റിക്കേഷൻ ഓൺ ചെയ്യുക. ഇത് അക്കൗണ്ടുകളിലേക്ക് പ്രവേശിക്കാൻ പാസ്വേഡിന് പുറമെ ഒരു അധിക കോഡ് കൂടി ആവശ്യമുള്ളതിനാൽ സുരക്ഷ വർദ്ധിപ്പിക്കും. പാസ്വേഡുകൾക്ക് പകരമുള്ളതും കൂടുതൽ സുരക്ഷിതവുമായ പാസ് കീ സംവിധാനത്തിലേക്ക് മാറാൻ ശ്രമിക്കുക. ഹാക്കർമാർ നിങ്ങളുടെ ഇമെയിലുകൾ മറ്റെവിടെയെങ്കിലും ഫോർവേഡ് ചെയ്യുന്നതിനായി പുതിയ നിയമങ്ങൾ ചേർത്തിട്ടുണ്ടോ എന്നും പരിശോധിക്കുക. വിവിധ സൈറ്റുകളിൽ ഒരേ പാസ്വേഡ് ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക. ചോർന്ന പാസ്വേഡ് ഒരു കാരണവശാലും വീണ്ടും ഉപയോഗിക്കാതിരിക്കുക. നീളം കൂടിയതും ബുദ്ധിമുട്ടുള്ളതുമായ പാസ്വേഡുകൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. കൂടാതെ പാസ്വേഡ് മാനേജർ ഉപയോഗിച്ച് അവ സുരക്ഷിതമായി സൂക്ഷിക്കാനും ശ്രദ്ധിക്കുക.